കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന മറ്റൊരു നേതാവ് കൂടി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയിലെ താഴെത്തട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ, MLA, മന്ത്രി, KPCCയുടെ വൈസ് പ്രസിഡന്റ്, KPCCയുടെ പ്രസിഡന്റ്, UDFന്റെ കൺവീനർ തുടങ്ങിയ എല്ലാ സ്ഥാനങ്ങളും കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും മിക്ക സ്ഥാനങ്ങളും നേതൃത്വം വഹിച്ച വ്യക്തിയാണ്. എല്ലാ കാലത്തും അങ്ങേയറ്റം പാർട്ടിയോട് 100% കൂറ് പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ലീഡർ K. കരുണാകരൻ DIC രൂപീകരിക്കുന്ന സമയത്തും അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തോട്, ലീഡറുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടും ലീഡറോട് ഏറ്റവും ചേർന്ന് നിന്നിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നിട്ട് പോലും പാർട്ടി വിട്ട് പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഉറച്ചു നിൽക്കുകയും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടി പ്രവർത്തകരോട് ഇത്രയും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന, താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായ വലിയ ഹൃദയബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. എപ്പോഴും പ്രസന്നവദനായി എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആർക്കും മറക്കാനാവില്ല. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഉള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. എനിക്ക് രണ്ട് തലത്തിലാണ്. ഒന്ന് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ഒരു കുടുംബ സുഹൃത്ത്, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിലുമാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഞാനുമായിട്ടും എന്റെ കുടുംബമായിട്ടും വളരെയേറെ ആത്മബന്ധം വർഷങ്ങളോളമായി തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ CPP തങ്കച്ചൻ ആദ്യമായി രംഗത്ത് വരുന്നത് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ 1968 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ആ പ്രാവശ്യം തന്നെ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായി. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതിയാണ് അന്ന് അദ്ദേഹത്തിന്റെ കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. അദ്ദേഹം 4 പ്രാവശ്യം MLA ആയി, സ്പീക്കറായി, മന്ത്രിയായി. ഈ ഒരു ജനപ്രതി എന്ന നിലയിലും ഒരു ഭരണാധികാരി എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെയധികം മാതൃകാപരമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് UDF കൺവീനറാകാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു CPP തങ്കച്ചൻ. വ്യക്തികളോടുള്ള പെരുമാറ്റത്തിൽ, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ സൗമ്യത കാണിച്ചിരുന്നു. ആർക്കും, ഒരു എതിരാളികൾക്ക് പോലും ഒരു പരാതി പറയാൻ ഇടയാകാത്ത രീതിയിലുള്ള മാന്യമായ പെരുമാറ്റമാണ് CPP തങ്കച്ചൻ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഞാനും അദ്ദേഹത്തെ അസുഖമായതിനു ശേഷം ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ പോയി കാണാറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ടും അദ്ദേഹത്തിന്റെ ആംഗ്യഭാഷ കൊണ്ടും അദ്ദേഹം സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ വളരെ വളരെ ഗുരുതരമായിരുന്നു. നമുക്കറിയാം CPP തങ്കച്ചന് മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ സഭയിലും അദ്ദേഹത്തിന് വളരെയേറെ ഒരു സ്വാധീനവും അതുപോലെ തന്നെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്.